ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് കിച്ചൺ. നമ്മൾ ഇന്ന് അടിപൊളി ഒരു വ്ളോഗാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ തിരുവനന്തപുരത്ത് ഹിഡൻ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള മിനി പൊന്മുടിയിലേക്കാണ് നമ്മുടെ യാത്ര കേട്ടോ. അപ്പൊ ഇതിവിടെ പോയിട്ടുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇന്നാലും നമുക്ക് വീഡിയോയിലോട്ട് പോയി നോക്കാം. നമ്മളിപ്പം വെള്ളാണിക്കൽ പാറയിലേക്കുള്ള യാത്രയിലാണ്. ഇത് തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഉള്ളതെന്ന് വെച്ചാൽ വെഞ്ഞാറമൂട്ടിൽ നിന്നും പോത്തൻകോടിയിട്ടുള്ള റൂട്ടാണ്. ഈ ഒരു റൂട്ടിൽ നമുക്ക് സൊസൈറ്റി ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പ് ഉണ്ട്. ഇവിടെ നിന്നും റൈറ്റ് സൈഡിലേക്കാണ് നമുക്ക് ഈ ഒരു റൂട്ട് ഉള്ളത്. അപ്പൊ ഈ വെള്ളാണിക്കൽ പാറയിലേക്ക് ഇവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ഉള്ളിലോട്ടാണ് ഈ ഒരു പാറ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വേണ്ട ഈ വെഞ്ഞാറമൂട്ടിൽ നിന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലോട്ടും, പോത്തൻകോടിൽ നിന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലോട്ടുമാണ് പോകേണ്ടത്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു റൂട്ടിലേക്ക് കുറെ അധികം മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ഒരു 2 വളവ് തിരിയുന്നുണ്ട്. ഈ 2 സൈഡിൽ കൂടെ നമുക്ക് പോകാമെങ്കിലും കുറച്ചുകൂടി എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന റൈറ്റ് സൈഡിലോട്ടുള്ള റോഡിൽ കൂടെ ആണ്. അപ്പൊ ഈ ഒരു റോഡിൽ കൂടെ തന്നെ നമുക്ക് വീണ്ടും നേരെ അങ്ങ് പോവാം. നമ്മളിപ്പം നമ്മുടെ വീടിന് കുറെ അടുത്താണ് കേട്ടോ ഇതുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ മിക്കപ്പോഴും പോകുന്നൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ നല്ല വൈബാണ് ഇവിടെ. അപ്പൊ ഈ പോകുന്ന വഴിക്ക് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് നല്ല രസിച്ച് പോകാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പൊ നമ്മൾ സ്കൂട്ടറിലാണ് പോകുന്നത്. അപ്പൊ നമ്മൾ കുറേ ദൂരം കുറച്ച് അവിടുത്തെ റോഡ് ഭയങ്കര മോശമാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റൂല. റോഡ് കുറെ അധികം കട്ടറുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വളരെ മോശമാണ്. എങ്കിലും നമുക്ക് ചില്ല് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. നമുക്ക് പോകുന്ന ഒരു റോഡൊക്കെ എന്ന് പറയുന്നത്, റോഡല്ല, ആ ഒരു കാണാനുള്ള ഭംഗി എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. കൂടുതലും ഈവനിങ് ടൈമിലാണ്, അത് മോർണിംഗ് ടൈമിലും. ഈ ഒരു ടൈമിൽ കൂടുതലും മഞ്ഞൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇതിനെ മിനി പൊന്മുടി എന്നും കൂടി അറിയപ്പെടുന്നത്. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് പോത്തൻകോട് പഞ്ചായത്തിലാണ് കേട്ടോ. അപ്പൊ നമ്മൾ നേരെ ദാണ്ടെ അങ്ങോട്ടുള്ള റൂട്ടാണിത്. നല്ല അടിപൊളിയാണ് കാണാൻ. അപ്പൊ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തിരുവനന്തപുരത്തെ ഒരു ഹിഡൻ ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസ് ആണ്. കാരണം കുറച്ച് ഉള്ളിലോട്ടായതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്കൊന്നും ഇതങ്ങനെ അറിയൂല. പക്ഷേ എങ്കിലും നമുക്ക് ഈവനിങ് ഒക്കെ അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സൂപ്പർ ആയിട്ടൊരു സ്ഥലമാണ്. നമുക്ക് ഇന്നിപ്പോ സൺഡേ ആയതുകൊണ്ടാണ് ഈവനിങ് ഇത്രയും ആളുകളുള്ളത് കേട്ടോ. അല്ലെങ്കിൽ ഇത്രയും ആളുകളൊന്നും ഉണ്ടാവില്ല. എങ്കിലും നല്ല തിരക്ക്, അത്യാവശ്യം പണ്ടത്തതിലും തിരക്കുള്ളൊരു സ്ഥലമാണ്. ഇവിടെ ഏകദേശം 2 കടകളാണ് പുറത്തുള്ളത്. കാരണം ഇവിടെ കുറച്ച് ഉള്ളേരിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് റോഡ് സൈഡ് അല്ല, നമുക്ക് കുറച്ച് ഉള്ള ഏരിയ ആയതുകൊണ്ട് ഒരുപാട് കടകളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. അപ്പൊ നമുക്ക് കുറെ അധികം ആളുകൾ ഇന്നുണ്ട് കേട്ടോ. ഇന്ന് കുറേ വണ്ടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ ഉള്ളിലോട്ട് പോയി നോക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ ഇതിന്റെ കുറെ സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സ് വഴിയാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത്. മുകളിലേക്ക് പോകുമ്പോൾ ഉള്ള നമ്മൾ ചെന്ന് കാണുന്ന ഒരു വ്യൂ തന്നെ നല്ല ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. നല്ല അടിപൊളിയുണ്ട്. കുറെ വൈകിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ മോർണിംഗിലും ഉണ്ടാവും കേട്ടോ. അപ്പൊ ഉച്ച ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു വ്യൂ കിട്ടൂല. അപ്പൊ നിങ്ങൾ പോകുന്നതിൽ ഉറപ്പായിട്ടും ഈവനിങ് പോകാൻ ശ്രമിക്കാം. പട്ടം പറത്തുന്ന ആൾക്കാരെ കണ്ടു ഗൈസ്. ഈ പട്ടം എല്ലാം പൊട്ടി പോവുകയാണ് ഗൈസ്. ഒറ്റ പട്ടം പോലും മുകളിലോട്ട് പോകുന്നില്ല ഗൈസ്. പിന്നെ നമുക്ക് ഇവിടേക്ക് വരുമ്പോൾ തന്നെ ആദ്യം ഒരു ക്ഷേത്രം കാണാൻ പറ്റും. അതായത് വെള്ളാണിക്കൽ പാറമുകൾ ശ്രീ ആയിരവല്ലി ക്ഷേത്രം എന്നാണ് ഇതിന്റെ പേര്. ഇവിടെയും കുറേ ആളുകൾ പട്ടം പറത്തുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ അടിപൊളി ഒരു വൈബാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ എൻഡ് ആയിട്ട് വരുന്ന നമുക്ക് ഇവിടെ നിന്ന് കടൽ കാണാൻ പറ്റും എന്നാണ്. പക്ഷേങ്കിൽ ഇവിടെ മഞ്ഞുള്ള സമയങ്ങളിൽ നമുക്കത് കാണാൻ കഴിയൂല. അതുപോലെ തന്നെ നമുക്ക് തിരുവനന്തപുരം ടൗണിലുള്ള മിക്ക ബിൽഡിങ്സുകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈവനിങ് ടൈമിലൊക്കെ മഞ്ഞുള്ള ടൈമിൽ നമുക്കത് കാണാൻ കഴിയൂല. പിന്നെ ഇവിടെ ഒരു ക്ലോക്ക് ടവർ ഉണ്ട്. നമുക്ക് അവിടെ കയറിയുന്നതുകൊണ്ട് നല്ല വ്യൂ കാണാൻ പറ്റും. പക്ഷേങ്കിൽ അവിടെ പോകുന്ന സ്ഥലം കുറച്ച് കാടുകളൊക്കെ കിടക്കുകയാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. നമ്മൾ വളർന്നു വരുന്ന നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണെങ്കിലും ഇവിടെ കുറേ അധികം ആളുകൾ മിസ്യൂസ് ചെയ്യാറുണ്ട്. അതായത് നമ്മളിവിടെ സ്ഥലങ്ങൾ ആസ്വദിക്കാൻ മാത്രമല്ല പല കാര്യങ്ങൾക്കും ഇവിടെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ആ ഏരിയയിലോട്ടൊന്നും പോകാൻ നമ്മൾ വിചാരിക്കുന്നില്ല. കാരണം അവിടെയൊക്കെ പോയി നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആകെ സീനാവും. അതുകൊണ്ട് തന്നെ നമ്മൾ അത് വിട്ടുപിടിച്ചു. അപ്പൊ നമ്മൾ നേരെ നമ്മൾ വന്നത് ഈ ഒരു വൈബ് ആസ്വദിക്കാനാണ്. അപ്പൊ നമ്മൾ വേണ്ട ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കുറെ നേരം ഇരുന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഈവനിങ്ങാണ് കൂടുതലായിട്ട് നമുക്ക് നല്ലൊരു കാറ്റും അതുപോലെ തന്നെ നല്ല തണുപ്പുമാണ് ഈ ഒരു സ്ഥലത്ത്. കാരണം നല്ലൊരു മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ്. നമുക്ക് ആ പാറയുടെ അങ്ങ് താഴെ വരെയും ആൾക്കാരൊക്കെ ഇറങ്ങിയിരിക്കാറുണ്ട്. നല്ലൊരു വൈബായിട്ടുള്ള നല്ല സൂപ്പർ സ്ഥലമാണ്. അപ്പൊ നിങ്ങൾ തിരുവനന്തപുരത്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഈവനിങ് സ്പെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്ഥലമാണ്.
നമുക്ക് ഇവിടെ ഇരുന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ ഇതുപോലെ തന്നെ കുറെ അധികം പ്ലാസ്റ്റിക്കുകളും കാര്യങ്ങളൊക്കെ വരുന്നവർ തന്നെ ഇവിടെ ഉപേക്ഷിച്ച് വൃത്തികേടാക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് വളർന്നു വരുന്ന നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. പക്ഷെങ്കിൽ അവിടെ നമുക്കിത് വേസ്റ്റ് ബിന്നൊക്കെ ഒരുപാടുണ്ടെങ്കിലും വരുന്ന കുറെ അധികം ആളുകളും ഇങ്ങനെ ഈ പ്ലാസ്റ്റിക്കുകളൊക്കെ അവിടെ ഇടുന്ന കാരണം ഫുള്ള് മലിനമാവാറുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഇവിടെ എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഏർപ്പെടുത്തിയിട്ടില്ല. പക്ഷെങ്കിൽ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു വ്യൂ ഉള്ള ഒരു അടിപൊളി സ്ഥലമാണ്. അതുകൊണ്ടാണ് ഈ ഒരു വ്യൂ ഉള്ളതുകൊണ്ടാണ് ഇതിന് നമ്മൾ മിനി പൊന്മുടി എന്നുള്ള പേരിലും അറിയപ്പെടുന്നത് കേട്ടോ. ഏകദേശം 5 ഏക്കറോളം ഉണ്ട് കേട്ടോ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഇതുവഴി നമുക്ക് ഇനി അങ്ങോട്ടും കൂടെ കുറച്ച് പോകാനും ഇരിക്കാനും ഒക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയും പോയി കാണാം. അപ്പൊ ഇപ്പൊ ഏകദേശം ഒരു 6 മണിയോടൊക്കെ അടുപ്പിച്ചായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ തിരിച്ചു പോകാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. അപ്പൊ ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നൈറ്റിലൂടെ ഇരിക്കാനൊക്കെ നല്ല സുഖമായിരിക്കുമല്ലോ. അപ്പം ഞങ്ങൾ നൈറ്റിലൂടെ സ്പെൻഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല. ഈ ഒരു ടൈമിൽ ഒരുപാട് ഫാമിലീസ് ഒക്കെ വരുന്നുണ്ട്. ഫാമിലീസും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വരാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ്. ഇപ്പോഴും ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. നമ്മൾ നേരത്തെ ആ ഒരു സൈഡിൽ കിടന്ന വണ്ടികളൊക്കെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സൈഡിലോട്ടും ഒരുപാട് വണ്ടികളും കാര്യങ്ങളും ആളുകളും ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകണ്ട. അപ്പൊ ഇവിടെ വന്നിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ്സ് ആയി അറിയിക്കുക. നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ കമന്റ്സ് ആയിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് കൂടി അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ അടുത്തൊരു വീഡിയോ